മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുളമ്പ് രോഗ, ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ് പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതിയുമായി പരമാവധി സഹകരിക്കണമെന്നും അവർ പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കുത്തിവയ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 5ാം ഘട്ടം ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെയും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെയും 2ാം ഘട്ടം ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പിന്റെയും ജില്ലാതല ഉദ്ഘാടനം MK റഫീഖ നിർവഹിച്ചു. 5ാം ഘട്ടവും അതോടൊപ്പം ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 2ാം ഘട്ടം. ഇതിന്റെ 1ാം ഘട്ടം നടന്നത് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അതും അവിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ നമ്മൾ വളർത്തുന്ന പശുക്കൾക്ക് അല്ലെങ്കിൽ മറ്റു എരുമ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം നേരിടുന്ന ഇത്തരത്തിലുള്ള ചർമ്മമുഴ അസുഖം ഇവർക്ക് വരുന്നുണ്ട് എന്ന് അന്ന് നമ്മുടെ ജില്ലാ അതുപോലെ തന്നെ ജില്ലാ ഓഫീസർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും എന്റെ ശ്രദ്ധയിലൊന്നും ഇത്തരത്തിലുള്ള അസുഖത്തെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇതിപ്പോ ഇവിടെ പറഞ്ഞു, നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞു, ഒരു പശുവിന് അല്ലെങ്കിൽ ഒരു എരുമക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഈ കുറച്ചു ദൂരത്തുള്ള ഈ പശുവിനും ഒക്കെ ഇത് പകരുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ്. അപ്പൊ വരാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പദ്ധതി. അപ്പൊ ഈ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നത് നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ 14 പഞ്ചായത്ത് ആയിരുന്നാലും 12 മുനിസിപ്പാലിറ്റി ആയിരുന്നാലും അവിടെയൊക്കെ നമുക്ക് വെറ്റിനറി സർജൻ ഉണ്ട്. വെറ്റിനറി സർജൻ ഡോർ ടു ഡോർ ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ വാർഡിനകത്ത് ഒരു ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചായിരിക്കാം. എന്തായിരുന്നാലും നമുക്ക് 100% നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആ പരിധിയിലുള്ള കർഷകർക്ക് ഒരു പ്രയാസവും കൂടാതെ പ്രതിരോധ കുത്തിവയ്പ് 100% ആക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്കറിയാം ഒട്ടനേകം പദ്ധതികൾ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെ ആയിരിക്കും. ഒരു പശുവുള്ള കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവര് ജീവിതത്തിൽ നേരത്തെ അവരുടെ ഒരു പാഷനായിട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് പഞ്ചായത്തുകൾ പ്രൊജക്റ്റിലൂടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് നമ്മൾ പാലിന് സബ്സിഡി പോലെയുള്ള ആനുകൂല്യങ്ങൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി ചെയ്യുന്നുണ്ട്. കുത്തിവയ്പ് സാമഗ്രികൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ TK സക്കീറിന് കൈമാറിയായിരുന്നു ജില്ലാതല ഉദ്ഘാടനം. ജില്ലാ വെറ്റിനറി കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം PKC അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിന്ദു പദ്ധതി വിശദീകരിച്ചു. ഓഗസ്റ്റ് 5 മുതൽ 30 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ജില്ലയിലെ മുഴുവൻ കന്നുകാലികൾക്കും കുത്തിവയ്പ് നൽകുമെന്നും അവർ പറഞ്ഞു. ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ B വിനോദ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ K ഷാജി, ആദവനാട് APO ഡോക്ടർ SA അഫ്സൽ, നിലമ്പൂർ APO ഡോക്ടർ ബിന്ദു, ഡോക്ടർ ലാൽജി മാത്യു, ഡോക്ടർ VS സുശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ? മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ. പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. BVOC Radiology and Imaging Technology, BVOC Food Technology, BVOC Dialysis Technology, BVOC Medical Laboratory Technology, BVOC Optometry, BVOC Nutrition and Dietetics. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.